ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷീജ ഷെഫീഖ്. എന്തൊക്കെയാ വിശേഷങ്ങള്? നമ്മൾ കാറിലൊക്കെ ഇരുന്ന് ഇൻട്രോ പറയാണ് കേട്ടോ. UAE നമ്മുടെ ദുബായിൽ തിരിച്ചെത്തിയതിനു ശേഷം ആദ്യത്തെ വ്ളോഗ് അല്ലേ? പുറത്ത് ഔട്ട് സൈഡിൽ ആദ്യത്തെ വ്ളോഗാണ് ഇത് കേട്ടോ. നമ്മള് ഇത്രയും ദിവസം ഷോപ്പിലായിരുന്നു. ഷോപ്പിലെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടും മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി. നമ്മള് പമ്പില് എണ്ണ അടിക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോ അല്ലൂസിന് KFC വേണോന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇപ്പം KFC മേടിക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വണ്ടി KFCയുടെ പാർക്കിങ്ങിൽ നിൽക്കുകയാണ്. ഇനി നമുക്ക് കരാമ വരെ പോകാനുണ്ട്. കരാമയില് നമ്മുടെ ഒരു അച്ചായനുണ്ട്. പുള്ളി ഒന്ന് വിളിച്ചു നോക്കട്ടെ അവിടെ ഉണ്ടോ നോക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മള് കരാമയിലൊന്ന് പോണം. കരാമയിൽ പോകാനായിട്ട് നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് ഇനിയിപ്പോ 2 ദിവസത്തിനുള്ളിൽ KFC മേടിക്കണമെന്ന് കരുതി. KFC ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് പോവാന്ന് കരുതി. പിന്നെ വേറെന്താ വിശേഷങ്ങളും? അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ അച്ചായൻ അവിടെ ഉണ്ട്, കരാമയിലുണ്ട്. അപ്പൊ എന്തായിരുന്നാലും അച്ചായൻ ഒന്ന് കാണണം. അല്ലൂസ് ചുമ്മാരി അല്ലൂസ് വണ്ടി കിടന്ന് കുലുങ്ങുന്നു, ചാടുന്നു. അപ്പൊ എന്തായിരുന്നാലും ആരെയാണ് കാണാൻ പോകുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്കും കൂടെ ഗുണകരമായത്, ലേഡീസിന്. നമുക്ക് ആണുങ്ങൾക്കൊന്നും എന്തായിരുന്നാലും അതിന്റെ കാര്യങ്ങളും നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാം. അപ്പൊ കരാമയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ ഷാർജയിൽ 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ 2 മീറ്റിംഗ് കഴിഞ്ഞു. ഇനി കരാമയിൽ പോകണം. കരാമയിൽ പോയിട്ട് വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ച് ഷോപ്പിൽ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം എന്തായിരുന്നാലും വളരെ ബിസി ഷെഡ്യൂളാണ്. അതിന്റെ ഇടയിലാണ് അല്ലൂസിന് KFC കണ്ടപ്പോഴത്തേക്ക് KFC അടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് KFC മേടിച്ചു കൊടുക്കാം അല്ലൂസിന്. അതിന്റെ ഡീറ്റെയിൽസും ദുബായിലൊക്കെ മഴയും വെള്ളപ്പൊക്കവും എല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ എല്ലാം ശാന്തസുന്ദരമായി നല്ല എനിക്ക് വേണ്ട KFC മേടിച്ചിട്ട് വേണ്ട. ചുമ്മാതെണ്ണ ഞാൻ അവര് മേടിച്ചാലും ഞാനാ കഴിക്കുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ പറഞ്ഞത്. KFC മേടിക്കാനായിട്ട് പാപ്പി മോനും കൂടെ കയറി. അങ്ങനെ നമ്മൾ ടിസ്റ്റർ മീലൊക്കെ വാങ്ങി ഓർഡർ കൊടുത്തിട്ട് കണ്ടോ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾക്ക് വേണ്ടായിരുന്നോ? കേക്ക് വേണ്ടേ? ചിക്കൻ സ്പൈസി, ടിസ്റ്റർ നോർമൽ, നോർമൽ ഫ്രൈസ്. ദോശ വേണം. എനിക്ക് വേണ്ട. വേണ്ടതിന്റെ കാരണം കൂടെ പറയണമല്ലോ. ലോക്കായില്ലേ? വേണ്ടതിന്റെ കാരണം കൂടെ പറ. വേണ്ട, അത്രേ ഉള്ളൂ. അതുകൊണ്ടെന്ന് ഒരു കാരണമില്ല. ഉണ്ട്. ഇത് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചാ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടാവും. അല്ലൂസ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അല്ലൂസിന് വിശദം. KFC ഒക്കെ കിട്ടി. ഡോർ ഓപ്പൺ ചെയ്യും. KFC ഒക്കെ മേടിച്ചതിന് ശേഷം അമ്മയുടെ വണ്ടി കയറി. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. കരാമയിലോട്ട് പോകണം. ഇത് എമിറേറ്റ്സ് റോഡല്ലേ? സാറ്റർഡേ ട്രാഫിക് അറിയില്ല. എന്തെങ്കിലും ആക്സിഡന്റ് എല്ലാം നടന്നതാണ്. ഫ്രണ്ടിൽ അവിടെ എവിടെയെങ്കിലും ആക്സിഡന്റ് നടന്നതാണ്. നല്ല ട്രാഫിക്കാണ്. അല്ലോസ് ചിപ്സ് കഴിക്കുന്നേ ഉള്ളൂ. KFC കറി ഇരിക്കുന്നു. ഉറക്കത്തിന്റെ ഹാങ് ഓവറിലാണ്. ഉറക്കമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറെന്തൊക്കെ വിശേഷം? നല്ല ട്രാഫിക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് എമിറേറ്റ്സ് റോഡിൽ. മൃദിഫിൻ്റെ അവിടെ എത്താറായിട്ടേ ഉള്ളൂ. നല്ല റഷിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബമ്പർ ടു ബമ്പർ. ചൂട് തുടങ്ങിയോ? അതോ ഇല്ലേ? ദുബായ് വന്നിട്ട് എങ്ങനെയായി? വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് തിരക്കായി പോയി. പിന്നെ ഇവിടുത്തെ ടെൻഷൻ പിടിച്ച ജീവിതം വീണ്ടും പുനരാരംഭിച്ചു. ബില്ലുകളെ ഓർത്തും റെന്റുകളെ ഓർത്തും എക്സ്പെൻസസുകളെ
ഓവർ ടെൻഷനുകൾ. അപ്പം അതിന്റെ ടെൻഷനും അതിന്റെ കാര്യങ്ങൾ മീറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഓട്ടത്തിലാണ്. അങ്ങനെയൊക്കെ അതിന്റെ നാട്ടിൽ പോയ ഒരു 40 ദിവസം കുറേ നാളുകൾക്ക് ശേഷം 40 ദിവസമൊക്കെ നാട്ടിൽ പോയി അടിച്ചു പൊളിച്ചതിന് ശേഷം ഇതാണ് വീട് ദുബായിലെത്തിയിട്ട് അൽഹംദുലില്ലാ ഉഷാറായിരുന്നു. മീൻസ് ഷോപ്പിൽ നല്ല തിരക്കൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വിഷുവും പെരുന്നാളെല്ലാം കഴിഞ്ഞ് മഴയും വെള്ളം എല്ലാം കഴിഞ്ഞ് ബാക്ക് ടു നോർമലായപ്പോഴും ഒക്കെ പറഞ്ഞ കണക്ക് ബില്ലുകൾക്കൊന്നും കുറവില്ല, കൂടുന്നതല്ലാതെ കുറവുകളൊന്നും ഇല്ലല്ലോ. അതൊക്കെ എപ്പോഴും എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ അതിന്റെ ആ ഒരു ടെൻഷൻ ഇപ്പൊ വരും. നമ്മള് ദുബായ് എയർപോർട്ടിന്റെ ഫ്രണ്ടിലാണ് വന്നത്. അപ്പൊ ഫ്ലൈറ്റുകൾ വന്നും പോയി നിൽക്കുന്നു. ലാൻഡ് ചെയ്ത് ഇനിയിപ്പോ വരും അടുത്തത്. നമ്മളിപ്പം എമിറേറ്റ്സ് റോഡില് എയർപോർട്ടിന്റെ അടുത്തുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ട്. കാണുന്നുണ്ടോ വന്നുണ്ടോ? ഫ്ലൈറ്റിന്റെ വാലൊക്കെ പൊങ്ങിയിരിക്കുന്നതല്ലോ നമ്മുടെ എമിറേറ്റ്സ്. ഇവിടെയാണ് ദുബായ് എയർപോർട്ടാണ്. അപ്പം ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. നമ്മുടെ അങ്ങ് ദൂരെ നിന്നപ്പോഴത്തേക്ക് ഒരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ടാകും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ്. അപ്പം പുറത്തിറങ്ങിയ വിശേഷങ്ങൾ പങ്കുവെക്കാന്ന് കരുതി. സിറ്റി സെന്റർ എത്തിയില്ലല്ലോ. റോഡിലോട്ട് കയറാൻ പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് എമിറേറ്റ്സ് റോഡ് 311 റോഡിൽ നിന്ന് E44 നമ്മുടെ അൽഖൈൽ റോഡിലോട്ട് കയറാൻ പോവാണ്. അൽഖൈൽ റോഡിലോട്ടുള്ള വഴിയാണ്. ഇപ്പൊ നമ്മൾ എമിറേറ്റ്സ് റോഡിലാണ്. അവിടെയാണ് ഇങ്ങനെ കൈ വെച്ചിരിക്കുന്നത്. നമുക്ക് സൈഡ് മൊത്തം കിട്ടാൻ പാടാണ്. അപ്പോൾ അവിടെയാണ് മൃദിഫ് സിറ്റി സെന്ററിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള എക്സിറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അൽഖൈൽ റോഡിലോട്ട്. നമുക്ക് പോകാനുള്ളത് കരാമയാണ്. അവിടെയാണ് നമ്മുടെ മൃദിഫ് സിറ്റി സെന്റർ ഉള്ളത്. ആ കാണുന്നതാണ് ബീച്ച് ആൻഡ് സിറ്റിസൺ. നമ്മൾ അവിടുന്ന് ഈ എക്സിറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. മഴയൊക്കെ പെയ്താലും മഴയൊക്കെ മാറിയെങ്കിലും ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ മെയ് ലാസ്റ്റ് തൊട്ട് നല്ല ചൂടിന്റെ കാഠിന്യം കൂടും. ഇവിടെ വലിയ പ്രശ്നമില്ല അല്ലേ? ഇവിടെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അൽഖൈൽ റോഡിലോട്ട് കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പോയിട്ട് ഊദുമേത്ത റോഡ് വഴിയാണ് കരാമയിൽ പോകുന്നത്. ഇനിയിപ്പോ ചൂട് തുടങ്ങുന്ന ചൂടിന്റെ കാഠിന്യം കൂടുന്ന ടൈമാണ്. ഇപ്പോഴാണെങ്കിൽ ഒരു നോർമൽ പിന്നെ നാട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല അല്ലേ? നാട്ടിൽ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. എൻ്റെ പൊന്നേ, നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ഫെബ്രുവരി മാർച്ചിൽ നാട്ടിൽ പോകുന്നത്. നമ്മൾ മിക്കവാറും എല്ലാ വർഷവും ഇത്രയും നാൾ ദുബായിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് സ്കൂൾ വെക്കേഷൻ ടൈം നോക്കിയിട്ടാണ് പോകുന്നത്. ഈ പ്രാവശ്യം മാത്രമാണ് നമ്മൾ ഫെബ്രുവരി മാർച്ചിന് പോയത്. ഭയങ്കര ചൂട് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുനലൂരൊക്കെ അല്ലേ. അപ്പം പിന്നെ പുനലൂരും പാലക്കാട് ചൂടിൻ്റെ കൂടുതലുള്ള സ്ഥലങ്ങളും കൂടിയല്ല. അങ്ങനെ ഭയങ്കര ചൂടായിരുന്നു. ചൂടാണെങ്കിലും നമ്മൾ ഒരു ദിവസം പോലും വീട്ടിൽ ഇരുന്നിട്ടുണ്ട്. അതാണ് ആ ചൂടും കൊണ്ട് നമ്മൾ നല്ല അടിപൊളി ട്രിപ്പുകളെല്ലാം ചെയ്ത് ഭയങ്കര ഉഷാറായിട്ടായിരുന്നു നാട്ടിൽ ഉള്ള 10-40 ദിവസം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ചൂടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ല. അങ്ങനത്തെ ഒരു ഇതിൽ പൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചൂട് കൂടുന്ന ടൈമാവും. പിന്നെ വേറെ എന്താണ് വിശേഷം? ഇന്ന് ഇപ്പൊ ഇവിടെ പിന്നെ ഇവിടെ UAE സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിലും മഴയൊക്കെ കാരണം എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് സ്കൂളുകളിൽ പോകണം. ഓൺലൈൻ ക്ലാസ് ഒക്കെ മാറ്റി ഓഫ്ലൈൻ ക്ലാസ്സാണ്
കുഴപ്പമൊന്നുമില്ല. ഉഷാറാണെങ്കിൽ ഓഫ്ലൈൻ തന്നെയാണ്, ഓൺലൈനൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ UAE ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതാണ് ലൂസ് കഴിക്കാതെ കഴിക്കും മോനെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കരാമയിൽ എത്തിയിട്ട് കരാമയിലെ വിശേഷം പറയാം. ഇപ്പം നമ്മൾ അൽക്കൈൽ റോഡിലാണെങ്കിലും കുറച്ച് ട്രാഫിക്കിലോട്ട് വന്നിട്ടുണ്ടല്ലേ. നമ്മൾ കുറച്ച് ദൂരം ഈ അൽക്കൈൽ റോഡിൽ കൂടെ പോയിട്ട് പിന്നെ നമ്മൾ ഊതുമേത്ത റോഡ് കയറും. ഊതുമേത്ത റോഡ് കയറിയിട്ട് നമ്മൾ ഷേഖ് സയ്യിദ് റോഡ് ടച്ച് ചെയ്തിട്ട് നേരെ അങ്ങ് കരാമയിലോട്ട് കയറും. അതാണ് നമ്മളുടെ റൂട്ട് മാപ്പ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇവിടെ ഇപ്പം മഴ കഴിഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ ചൂടിന്റെ ആരംഭമൊക്കെ തുടങ്ങാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂട് കാലാവസ്ഥയായിരിക്കും. ദുബായിലെ ഒരു ഐക്യമുള്ളത് ഇവിടെയാണ്, ബിസിനസ് ബേ എന്ന് പറയും. ഇപ്പൊ ബിസിനസ് ബേ ക്രോസിംഗ് ആണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെന്താ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നാട്ടിൽ പോയിട്ട് നിലത്തിരിക്കാൻ സമയമില്ല, അതുള്ള ഓട്ടമായിരുന്നു. ഇപ്പൊ ദുബായിൽ വന്നിട്ട് ഓട്ടങ്ങൾ ഇല്ലായിരുന്നു, ഷോപ്പിലായിരുന്നു കൂടുതൽ ദിവസങ്ങളും. ഇപ്പോഴാണ് നമ്മൾ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയത്. ഒന്ന് രണ്ട് ഒഴിച്ചുകൂടാനാകാത്ത മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയത്. വേറെന്താ വിശേഷങ്ങൾ? മഴയായിരുന്നു, നല്ല അടിപൊളി മഴയായിരുന്നു. ദുബായിൽ നമ്മൾ മഴയൊക്കെ കണ്ടു. ഇനിയിപ്പം ചൂട് തുടങ്ങാൻ പോകുന്നുണ്ട്, അതിന്റെ പ്രിപ്പറേഷൻസ് ആണ്. അടിപൊളി മഴ കാണാൻ പറ്റില്ലെങ്കിലും ദുബായ് വന്നിട്ട് മഴ കാണാൻ അടിപൊളി മഴയുണ്ട്, സൂപ്പർ മഴ. മഴയും വെള്ളമൊക്കെ കണ്ടു. 75 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ 75 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ മഴയായിരുന്നു നമ്മുടെ. ഇനിയിപ്പോൾ നമ്മൾ കരാമ എത്തിയിട്ട് കരാമയിൽ എന്തിനാ വന്നേന്നുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പറയാം അല്ലേക്കാ. ബിസിനസ് ബേ ക്രൂസിംഗ് ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടല്ലേ. ബോട്ടുണ്ട്, ഫയർ വർക്ക് ഒക്കെ ഉണ്ട്, ന്യൂ ഇയറിന്. അങ്ങനെ നമ്മള് ഇവിടത്തെ ഊതുമേത്ത റോഡ് വഴി താഴോട്ട് ഇറങ്ങിയാണ് ഷെയ്ഖ് സയ്യിദ് റോഡിലോട്ട്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വാഫി സിറ്റി. ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ഐക്കണാണ് വാഫി സിറ്റി. പഴയ ബിൽഡിംഗ് ആണ്. ഇവിടെ അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അറബിക് റെസ്റ്റോറന്റ്. അതെ, നമ്മള് ഇനി നേരെ പോയിട്ടാണ് കരാമയ്ക്ക് എക്സിറ്റ് എടുക്കേണ്ടത്. ട്രാഫിക് മൊത്തം എമിറേറ്റ്സ് റോഡിലായിരുന്നല്ലേ. അതെ, അവിടെ മാത്രമേ ഉള്ളായിരുന്നു. അവിടെ വിട്ട് കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ ഓടി ഓടി ഇവിടെ കരാമയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കരാമ റെസ്റ്റോറൻറ്റുകളുടെ കേന്ദ്രം. ഇന്ത്യൻ കേരള റെസ്റ്റോറൻറ്റുകളുടെ, കേരള ഫുഡുകളുടെ ഒരു കേന്ദ്രം എന്ന് പറയാം കരാമയിൽ. അതുപോലെ ഒരുപാട് മലയാളികൾ ഇടതൂർന്ന് താമസിക്കുന്ന സ്ഥലവും കരാമയാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കരാമ ബസ് സ്റ്റാൻഡ്. അത് നമ്മുടെ ബസ്സുകളൊക്കെ അവിടെ, ദുബായ് ബസ്സുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് കരാമ, ദുബായ് അൽ കരാമ ഏറിയാണ് ബസ് സ്റ്റാൻഡാണ്. ഇപ്പം ബസ് സ്റ്റാൻഡിൽ കുറെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരാമ വൈബ് അത് പിന്നെ നോയമ്പിനാണ് ഭയങ്കര ഫേമസ് അല്ലേ കരാമ വൈബ്. കരാമ വൈബ് എപ്പോഴും ഉണ്ട്. കരാമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മുടെ വളരെ ഐക്കണിക് ആയിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലുലു സൂപ്പർ മാർക്കറ്റ്. പഴയ ലുലു ആണ്, ആദ്യകാല ലുലുകളിൽ ഒന്നാണ്. അതിന്റെ അപ്പുറത്താണ് കരാമ സെന്റർ ഉള്ളത്. നമുക്ക് ഇത്തിരി മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ചിറ്റിലപ്പള്ളി എന്ന് മലയാളത്തിൽ എഴുതിയേക്കുന്നത് കൊള്ളാലോ, ചിറ്റിലപ്പള്ളി. ഇതാണ് കരാമ, ഇതാണ് ലുലു. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കരാമ പാർക്ക്. കരാമ വൈബിന്റെ ഒരു സെന്ററാണ്.
ഓ നീ ഫുഡ് കഴിച്ചിട്ടാ പോണം. ഇവിടെയാണ് കരാമ സെന്റർ. ഈ ലെഫ്റ്റിലെ കരാമ സെന്റർ. നമുക്ക് പോകേണ്ടത് ഈ റൈറ്റ് സൈഡിലാണ് കേട്ടോ. കരാമ സെന്റർ ഈ ഫസ്റ്റ് ബിൽഡിംഗ് ആണ് കരാമ സെന്റർ. ജ്വല്ലറിയുടെ കേന്ദ്രമാണ് ഷോപ്പ്. കരാമ സെന്റർ ഷോപ്പ്. ഈ കരാമ സെന്ററിന്റെ നമ്മൾ ഈ റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ റൈറ്റ് എടുത്തിട്ട് ഈ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയാണ് ലെഫ്റ്റിലോട്ട് പോകേണ്ടത്. എത്തേണ്ട സ്ഥലം എത്തി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കണ്ടേ? ഒരു മണി കഴിഞ്ഞാൽ ഫ്രീയാ? അല്ലൂസ് വണ്ടിയിൽ ഉറങ്ങിപ്പോയി. അപ്പം പിന്നെ ഇക്ക വണ്ടിയിലിരിക്കുന്ന ഞാൻ പോയിട്ട് വരാമെന്ന് കരുതി. ഞാൻ വന്നത് എൻ്റെ ഒരു പ്രയാസം. ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൈ കിടന്ന പ്രൈസിലറ്റാണ് കേട്ടോ. അതാണെങ്കിൽ അല്ലൂസ് വലിച്ച് ഇപ്പം പൊട്ടിയതല്ലാണ് ഇങ്ങനെ ഇവിടുന്ന് വിട്ടുപോയി. കൊളുത്തല്ല, ഇവിടുന്ന് വിട്ടുപോയി. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു സംഭവമാണ്. അപ്പം എനിക്കത് അറിഞ്ഞത് കൊടുത്തിട്ട് വേറെ മേടിക്കാമെന്നൊക്കെ. എനിക്കത് മാറാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു നമ്മുടെ സ്റ്റാർ ഷൈൻ ജ്വല്ലറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമല്ലോ. ഞാൻ മലബാറിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ മലബാറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്തൊക്കെ തരും, പക്ഷെ ഫെസിലിറ്റി ആവത്തില്ല. ഇത് അപ്പോഴും തന്നെ നമുക്ക് സാധനം കിട്ടും. അതിപ്പോൾ ശരിയാക്കി തരും. വേണ്ട, ഞാനിപ്പം കൊടുത്ത ബ്രേസ്ലെറ്റാ. ഇതിനാണ്ട് ഈ ഒരു കണ്ണിയാണ് അല്ലൂസ് വലിച്ചപ്പോൾ അങ്ങ് പോയതാ. അങ്ങനെ ഇപ്പം കൊണ്ടുവന്ന് ശരിയാക്കി. അപ്പോഴെന്നെ കിട്ടി. നമ്മൾ വേറെ എവിടെ പോയാലും ഒരു 2-3 ഡേയ്സ് എങ്കിലും എടുക്കും. ഇതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോഴെന്നാണ് കിട്ടി. സുഖമായിട്ട് ഇടാനും പറ്റി. അപ്പം നിങ്ങൾക്ക് ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ പാച്ച് വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് വിൽക്കുന്നതിന് മുമ്പ് നമ്മുടെ കരാമ സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റാർ ഷൈൻ ജ്വല്ലറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് അവർ പെട്ടെന്ന് സാധനം നമുക്ക് റെഡിയാക്കി തരും. അവരുടെ പുതിയൊരു ഷോപ്പ് കരാമ സെൻറ്ററിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കരാമ സെൻറ്ററിൻ്റെ തൊട്ടടുത്തോട്ട് സ്റ്റാർ ഷൈൻ ജ്വല്ലറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് പെട്ടെന്ന് സാധനങ്ങൾ പേരെഴുതിയതോ പേര് എഴുതാൻ കൊടുക്കുന്ന ഡിസൈനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് റെഡിയാക്കി എല്ലാം ഉണ്ട്. പിന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ, ചെയിനുകൾ. ഇവിടെയാണ് ലൊക്കേഷൻ. നമ്മൾ ഇവിടുന്ന് കയറി വരുമ്പോൾ നേരെ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് കൂട്ടിയെടുത്ത് കൊണ്ട്. ഇത് 1 വേ ആണ്. ഇതാണ് കരാമ സെന്റർ നമ്മൾ നേരെ കാണുന്നത്. അതിനുള്ളിലും അവർക്ക് ഒരു പുതിയ ഷോപ്പ് ഉണ്ട് അല്ലേ? അതെ, ഇതാണ് കരാമ സെന്റർ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള പാച്ച് വർക്കുകളോ അതൊക്കെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ഡയമണ്ട് പോളിഷ് ചെയ്യണമെങ്കിലോ ഒക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ? അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആയാലും അവർ നമുക്ക് പണി തരും. അതാണ്. അത് നമുക്ക് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴപ്പോഴും തരും. ഇന്ന് വൈകിട്ട് വേണമെങ്കിലും തരും. അങ്ങനെയാണ്. അപ്പോൾ സ്വർണം പണിയിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലതുപോലെ നമുക്ക് കസ്റ്റം മെയ്ഡ് ആയിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിയിക്കണമെങ്കിലും സ്റ്റാർ ഷൈൻ ജ്വല്ലറിയിൽ പോയാൽ മതി. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പെഷ്യൽ റേറ്റില് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ തരും അല്ലേ? അതെ. പിന്നെ ഇങ്ങനത്തെ പാച്ച് വർക്കിനൊന്നും അധികം പൈസ ഇല്ല കേട്ടോ. പിന്നെ അല്ലാതെ നമ്മൾ കസ്റ്റമൈസിങ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡലൊക്കെ ചെയ്യാനും പിന്നെ ഗോൾഡ് അവർ തന്നെ ഗോൾഡ് തരും. നമുക്ക് ഇഷ്ടമുള്ള ഈ കല്യാണത്തിനൊക്കെ പോകുന്നൊരു പേരൊക്കെ എഴുതാനേ താലിയിലൊക്കെ, അതിനൊക്കെ റേറ്റൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഇങ്ങനത്തെ പാച്ച് വർക്കിനൊക്കെ ചെറിയ പ്രൈസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ മതി, ഷീജ ഷെഫീഖിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
കുറച്ചൊക്കെ തരും, ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ പിന്നെ രുദ്രാക്ഷം, അതുപോലെ പിന്നെ വേറെ അല്ല ഇപ്പൊ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ആണെങ്കിലേ നമ്മുടെ നോസ് പിൻ ഉണ്ടല്ലോ, മൂക്ക് കുത്തിക്ക് വേറെ 50 dirhams കൊടുത്താൽ മതി. 50 dirhams കൊടുക്കുമ്പോ അവര് മൂക്ക് കുത്തി നമുക്ക് സ്റ്റഡ് ഇട്ടു. അതുപോലെ ചെവി കാത് കുത്തണമെങ്കിലും അതേ കണ്ടെന്ന് തോന്നുന്നു. കാത് കുത്തുന്നതിന്റെ പരിപാടി ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ ഉണ്ടായിരുന്നല്ലോ അന്ന് എല്ലാം. അവര് ഡയമണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഡയമണ്ട് ചെയ്ത് തരും. പിന്നെ നമുക്ക് രുദ്രാക്ഷം വേണമെങ്കിലോ നമ്മുടെ പിന്നെ ന്യൂ ബോൺ ബേബി ഉണ്ടല്ലോ അവർക്കുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെല്ലാം കസ്റ്റമൈസ് ചെയ്ത് തരും. എന്ത് വേണമെങ്കിലും നിങ്ങൾ അവരെ സമീപിച്ചാൽ മതി. വൈറ്റ് ഗോൾഡിൽ വേണമെങ്കിലോ റോസ് ഗോൾഡിൽ വേണമെങ്കിലോ ഗോൾഡിൽ വേണമെങ്കിലോ അതേ കണക്ക് തന്നെ ഡയമണ്ട് വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. നമ്മുടെ ഇഷ്ടത്തിന് അവർ ചെയ്തു തരും. ആഭരണ സംബന്ധമായ എല്ലാ കാര്യത്തിനും അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ലൂസിന്റെ പെപ്സിയാണ്. ഹാവ് എ കപ്പ് ഓഫ് പെപ്സി. ഉറങ്ങിയില്ലായിരുന്നു, എണീറ്റേ ഉള്ളൂ. ചാടി എണീറ്റിട്ട് പറഞ്ഞ് പെപ്സി വേണമെന്ന്. പെപ്സി കാരണം അവന് ഉറക്കം പോലും വരുന്നില്ല. ഒരു ബിറ്റ് കണ്ടെടുത്ത് കഴിച്ചു. KFC എടുത്ത് കഴിക്കാം ലൂസേ. KFC എടുത്ത് കഴിക്ക്. KFC എടുത്ത് ഇങ്ങനെ നമ്മുടെ കരാമയിലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എന്റെ ബ്രേസ്ലെറ്റ് ഒക്കെ തിരിച്ച് കിട്ടിയിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് താണ്ടെ വീണ്ടും തിരിച്ച് നമ്മുടെ മദീന മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് മദീന മാളിൽ പോകും അല്ലേ? അതെ അതെ. നമ്മള് പെട്ടെന്ന് കരാമയിൽ വന്നു. കരാമ സെന്ററിൽ കയറിയില്ല. കരാമയിൽ വന്നിട്ട് നമ്മുടെ സ്റ്റാർ ഷൈൻ ജ്വല്ലറിയിൽ അച്ഛനെ കണ്ടു. അവിടെ കയറി നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മള് വീണ്ടും ഷെയ്ഖ് സൈദ് റോഡിൽ നിന്ന് എക്സിറ്റ് എടുത്തിട്ട് പുതുമേത്ത റോഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പുതുമേത്ത റോഡിൽ നിന്ന് അൽക്കൈൽ റോഡിൽ ഇറങ്ങിയിട്ട് അൽക്കൈൽ റോഡിൽ നിന്ന് 311 എമിറേറ്റ്സ് റോഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ മദീന മോഡൽ റോഡിൽ കയറണം. ചില ഐറ്റംസ് ഒക്കെ നമുക്ക് ഡ്രസ്സ് ആയാലും ചിലതൊക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കര കോൺഫിഡൻസ് അല്ലേ? എനിക്ക് അങ്ങനെ കോൺഫിഡൻസും ഉണ്ട്. ചില ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പുതിയ ഡ്രസ്സൊക്കെ എപ്പോഴും ഇടുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് കൂടുതലാണ്. അത് എനിക്കല്ല, മിക്കവാറുള്ള എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. നമ്മൾ ആരുടെ ചോദിച്ചാലും അതായിരിക്കും. ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുതലായിട്ട് മൈൻഡിന്റെ ആയിരിക്കും അത് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് അതേ കണക്കാണ് നമുക്ക് ചില ഡ്രസ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. അതൊക്കെ എത്ര നശിച്ചാലും നമുക്കത് ഇടുമ്പം നമുക്കൊരു കംഫർട്ട് കിട്ടും. പിടിച്ചു നോക്കിട്ട് പറയാം തന്നിട്ടല്ലോ അതിനുമ്പോ മതി പറഞ്ഞുകൊണ്ടിരിക്കാം. അതേ കണക്ക് തന്നെ ഇപ്പൊ ഓർണമെന്റ്സ് ആയാലും അതേ കണക്ക് തന്നെ കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഉള്ളതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അതാണ്. വൈറ്റും ഗോൾഡും വൈറ്റ് ഗോൾഡും പിങ്ക് കളറും ഗോൾഡും കൂടെ ചേർന്നിട്ടുള്ളതാണ്. 3 അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പം ഞാൻ കുറേ ഇങ്ങനത്തെ മോഡൽ നോക്കി തിരഞ്ഞ് കിട്ടിയ ഒരു സംഭവമാണ്. അത് കാരണം എനിക്കത് ഒട്ടും മിസ്സാക്കാൻ പറ്റിയിട്ടേ ഇല്ല. അത് പോയപ്പോൾ തന്നെ ഞാൻ ഡൗൺ ആയിപ്പോയി. അങ്ങനെ പിന്നെ എന്തായാലും ഇക്കൊന്ന് ഫ്രീ ആവട്ടെ, ഫ്രീ ആയതിനു ശേഷം വരാമെന്ന് കരുതിയോണ്ടാണ് ഇത്രയും ദിവസം ഡിലേ ആയത്. എന്തായാലും അത് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി, സമാധാനമായി. അങ്ങനെ പിന്നെ അത് കാരണം നിങ്ങൾക്ക് ഇതേനൊക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലിമൂസിൻ കാർ അപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഇതേനൊക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ മീൻസ് ഓർണമെന്റ്സിൽ ഇങ്ങനെ പൊട്ടിയതോ പിന്നെ അതേ കണക്ക് തന്നെ കൊടുത്തു പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മാറാൻ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ കരാമ സെന്ററിലുള്ള സ്റ്റാർ ഷൈൻ ജ്വല്ലറിൽ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് പെട്ടെന്ന് ചെയ്തു തരും. അതാണ് എവിടെ പോയാലും ചെയ്തു തരും. പക്ഷെ അതിനൊക്കെ എന്തായാലും ഒരു 2-3 ഡേയ്സിൽ കൂടുതൽ ഒരു 1 വീക്കെങ്കിലും അവർ മാക്സിമം എടുക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ നമുക്കൊരു ഞാൻ പോയിട്ടൊരു അരമണിക്കൂർ ആയേക്കാം പറ്റില്ലേ. അവിടെ പിന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളെങ്ങാട്ടി മുമ്പ് പോയ കസ്റ്റമർ ഉണ്ടായിരുന്നു. അവരെ ഡീൽ ചെയ്ത് നമ്മുടെ ഒരേ കണക്ക് തന്നെ ഡീൽ ചെയ്തെങ്കിൽ കുറച്ച് വർക്കുള്ളത് കാരണം ഒരു മാക്സിമം ഒരു 15-20 മിനിറ്റ് അല്ലേ അത്ര ആയിട്ടേ ഉള്ളൂ. ചെറിയ പ്രൈസിൽ നമ്മളത് മേടിച്ചുകൊണ്ട് വരികയും ചെയ്ത്. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും അതൊരു ഉപകാരമാകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. പിന്നെ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങള്. വേറെന്താ വിശേഷങ്ങൾ? വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നാട്ടിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്. ഇലക്ഷന്റെ ചൂടൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടുത്തെ നാളെ തൊട്ട് തിങ്കളാഴ്ച തൊട്ട് ബാക്ക് ടു സ്കൂളായി.
ബാക്ക് ടു സ്കൂളായി. ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഒരു മെയ് ജൂൺ ലാസ്റ്റ് സ്കൂൾ അടയ്ക്കും. പിന്നെ ജൂലൈ ഓഗസ്റ്റ് പിള്ളേർക്ക് വീണ്ടും വെക്കേഷനാണ്. അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യം +1 ആയി. ഇനി +1 ആയിട്ട് ആദ്യത്തെ ആഴ്ച ഫസ്റ്റ് വീക്ക് മൊത്തം ഓൺലൈൻ ക്ലാസ് ആണ്. ഇനി തിങ്കളാഴ്ച തൊട്ട് സ്കൂളിലേക്കായിരിക്കും. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ബുർജ് ഖലീഫയാണ്. ഇങ്ങോട്ട് വന്നത് വേറൊരു വഴിയും തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. നമ്മള് ഇപ്പൊ ഉള്ളത് അലയൻ റോഡിലാണ്. ഇതാണ് ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന അറിയപ്പെടുന്ന സ്ഥലമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ള കൊക്കും കൊറ്റി അത് ഇതൊക്കെ കാണുന്നത് എന്ത് പറയുന്നത് മറ്റേ കണ്ടൽക്കാടുകളാണ്. കണ്ടൽക്കാട് അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയകളാണ്. ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ദുബായിയുടെ പ്രൗഢി ഒന്നും കൂടെ വലുതാകും, അടിപൊളിയാവും. വരട്ടെ. ഒരുപാട് ജോലി സാധ്യതകളും ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഇപ്പോഴത്തേക്ക് കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പുതുമേത്ത റോഡിലാണ്. ഇത് അലയൻ റോഡാണ്. അലയൻ ദുബായ് റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ റോഡിൽ പോയിട്ട് നമ്മൾ 311 റോഡിൽ കയറാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത് വഴി പോകുന്നത്. എല്ലാരും ഡ്യൂട്ടി. അല്ലൂസിന്റെ പെപ്സി KFC ഓടിച്ചപ്പോ കിട്ടിയതാണ്. ഡ്യൂട്ടിക്ക് പോയി. അസ്മിയ സ്കൂളിൽ പോയി. എല്ലാരും പോയി. അസ്മി സ്ലീപ്പിംഗ് എന്നല്ല, അസ്മിക്ക് കുട്ടി പോലീസിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ബിൽഡിംഗ് ഗാർബേജിന്റെ വണ്ടി. ഓക്കെ ഞാൻ വിചാരിച്ച ബിൽഡിംഗ് ആയിരിക്കും ചോദിച്ചത്. ടെസ്ല കാറോ? നമ്മുടെ ടെസ്ലയാന്ന് ഓർത്തോണ്ട് പോണ. ടെസ്ല സൂപ്പർ കാറാണോ? ലംബോർഗിനി ടെസ്ല. ഞങ്ങളീ പോകുന്ന വണ്ടി ഞങ്ങൾക്ക് ടെസ്ല ലംബോർഗിനിയൊക്കെയാടാ. നീ പഠിച്ച് വളർന്നിട്ട് നീ ലംബോർഗിനി ടെസ്ലയൊക്കെ എടുക്കണം കേട്ടോ. അല്ലൂസനൊക്കെ വലിയ ഹൈടെക് വണ്ടികളൊക്കെ മതി. അപ്പം പിന്നെ വേറൊന്നുമില്ലല്ലോ. വിശേഷം ഇതൊക്കെ തന്നെ. റോഡിലെ കാഴ്ചകളാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങള്. അതെ. ദുബായ് ഷാർജ ഡയറക്ഷൻ കണ്ട അങ്ങനെ കാരണം ഇത് പുതിയൊരു ഫ്ലൈ ഓവറാണ്. നമ്മുടെ എമിറേറ്റ്സ് റോഡിന്റെ അലയൻ റോഡിൽ നിന്ന് നമ്മുടെ എമിറേറ്റ്സ് റോഡിലേക്ക് കയറാൻ പോവുകയാണ്. അതാണെങ്കിൽ 80 വരെ പോവാം. 20 കിലോമീറ്റർ ഗ്രേസ് സ്പീഡുണ്ട്. നല്ല രസമുണ്ട് ആ നാഷണൽ ബോണ്ടിന്റെ ബിൽഡിംഗ് കാണാനായിട്ട്. അത് മാത്രല്ല ദുബായിലെ ട്രാഫിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രാഫിക്കായിട്ട്. വണ്ടി ഇല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാ. അയ്യോ വണ്ടി ഒന്നും ഇല്ലല്ലോ, എന്ത് പറ്റിയെന്ന്. ഇപ്പൊ നോക്കാം നമ്മള് മാത്രം ഇങ്ങനെ പോകുന്നത്. മറ്റേത് വണ്ടി ഫുള്ളാന്നെങ്കിൽ പറയുക ട്രാഫിക്കാ. നമ്മൾ ഈ റോഡ് ചെന്ന് ഇറങ്ങുന്നിടത്ത് വണ്ടികൾ അബുദാബിന്ന് ജബലയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ ഇഷ്ടം പോലെ റോഡ് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. ഫ്ലൈ ഓവർ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് കിടക്കുന്നത്. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കാണും. ആ നേരെ കാണുന്ന ഓടിട്ട വില്ലകൾ കണ്ടോ? ആ ഓടിട്ട വില്ലകളിലായിരുന്നു നമ്മളുടെ കുറെ കാലങ്ങളിലുള്ള വർക്കുകളും ജോലികളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കണ്ടോ അവിടെ വണ്ടികള് ട്രക്കുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ? ഒരുപാട് ട്രക്ക്. അപ്പൊ ഇത് ഇനിയിപ്പോ വൈകുന്നേരം എത്ര മണിക്ക് ശേഷം? 6 മണിക്ക് ശേഷം അല്ല 8 മണിക്ക് ശേഷം ഇലക്കേറിയിടാം. രാത്രി 10 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം കണ്ട് അവർക്ക് ഓടാൻ പറ്റത്തുള്ളൂ ഈ റോഡിൽ കൂടെ.
എറണാകുളത്ത് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ അങ്ങോട്ട് ഇതിലൂടെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു നിയമമുണ്ട് ഇവിടെ. വലിയ ട്രക്കുകളൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ ആ സമയങ്ങളിലൊക്കെ അവരത് പാർക്ക് ചെയ്തിട്ടേക്കും. അതുകൊണ്ടല്ലേ നമ്മളങ്ങനെ വലിയ ട്രക്കുകളെ കാണാറില്ലല്ലോ. പിന്നെ കൂടുതലും ഇതൊക്കെ ഇന്റർനാഷണൽ ഇതിൽ പോകുന്നത് സൗദി, ഒമാൻ, ഖത്തർ അവിടെ നിന്നൊക്കെ വരുന്നതാണ് കൂടുതലും. അപ്പൊ അവര് കൂടുതലും ഡേ ടൈമിൽ വണ്ടി ഓടിക്കാറില്ല. വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കും. രാത്രി സമയങ്ങളാകുമ്പോൾ ഇത്ര ട്രാഫിക് കാണത്തില്ലല്ലോ, അവർക്ക് സ്പീഡിൽ വിട്ടുപോകാനും പറ്റും. അപ്പൊ പകലിറങ്ങിയിട്ട് രാത്രിയിലാണ് അവർ വണ്ടി കൂടുതൽ ഓടിക്കാറ്. അവരുടെ ഡ്രൈവർമാർക്കും ഈസിയാണ്. ബിൽഡിങ്ങുകളിലൊക്കെ ബ്യൂട്ടി കാണണമെങ്കിൽ ഇപ്പൊ നോക്കി മഴ പെയ്തെല്ലാം പൊടി കഴിക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ. മുടിയെ പിടിച്ച് വലിക്കാതെ വെള്ളം കെട്ടി കിടന്ന പുതിയ നെസ്റ്റോയോ ഉണ്ടോ? എനിക്കിപ്പോ ആ നെസ്റ്റോ ഓർമ്മ നമ്മളെന്തായിട്ടാണ് അവിടെ അല്ലേ? ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ഇത് കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മയാണ്. പിന്നെ നമ്മളങ്ങനെ ഓടി നമ്മുടെ വീടെത്താറൊക്കെ ആയിട്ടുണ്ട്. മദീന മോൾ എത്താറായിട്ടുണ്ട്. ഒന്നുമില്ല. ഈ സമയം ആയതുകൊണ്ട് വലിയ ട്രാഫിക്കിലൊന്നും പെടാൻ നമ്മൾ എത്തിയേക്കാം. പറ മാറ്റുക ഗ്ലാസ് കൈ മാറ്റണം. ഗ്ലാസ് മിറർ ഷാർജ ഓർഡർ എത്താറാകുമ്പോഴത്തേക്ക് ട്രാഫിക്കിൻ്റെ ഇതുണ്ട്. നമ്മള് പറയാൻ വിശേഷം എൻ്റെ ഇവിടെ ഒരു കുരു വരുന്നു മീശയില് കണ്ട. നമ്മളെന്തായിരുന്നാലും കരാമയിൽ പോയി ഷാർജയിൽ പോയി രാവിലെ. ഷാർജയിൽ നിന്ന് കരാമയിൽ പോയി. കരാമയിൽ നിന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. മുഹൈസ്നയിൽ എത്താറായിട്ടുണ്ട്. മുഹൈസ്നയില് മദീന മാളിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന അവിടുന്ന് ഇവിടെ വരെ നമ്മുടെ വലിയ ട്രാഫിക്. പക്ഷെ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ നല്ല ട്രാഫിക് ആയിരുന്നു അല്ലേ? അങ്ങോട്ട് പോയപ്പോൾ നല്ല ട്രാഫിക് ആയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ അധികം ട്രാഫിക്കിലൊന്നും പെട്ടുകഴിഞ്ഞില്ല. നമ്മുടെ ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ കയറാണ്. ഇവിടെ നമ്മുടെ ബോർഡർ എത്താറാകുമ്പോഴത്തേക്ക് ട്രാഫിക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സിഗ്നൽ നമ്മളിപ്പോ ട്രാഫിക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നാഷണൽ പെയിന്റ് ഒക്കെ വരുന്നത്. നാഷണൽ പെയിന്റ് ഫേമസ് ആയ ട്രാഫിക് ഡെസ്റ്റിനേഷൻ ആണ്. ഈ വണ്ടിക്കാരൻ എന്താണ് കാണിക്കുന്നതെന്ന് അവനും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ഈ നമ്മൾ ചെന്ന് കയറുന്ന ഒരു സിഗ്നലാണ്. ഇതിന് എറ്റിസലാത്ത് മെട്രോ സ്റ്റേഷൻ സിഗ്നൽ എന്നാണ് അറിയപ്പെടുന്നത്. എറ്റിസലാത്ത് മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള, അതായത് ഫ്ലൈ ഓവറിന്റെ മേളിലുള്ള ഒരു സിഗ്നലാണ്. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോൾ നമുക്ക് മുഹൈസിന് ആ ഭാഗത്തോട്ടൊക്കെ പോവാം. റൈറ്റ് പോകുമ്പോഴത്തേക്ക് മിസ്സർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ടൊക്കെ പോവാം. നേരെ പിടിയത്. അപ്പോ അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ആക്സിഡന്റ് ആണ് ദുബായിൽ വന്നിട്ട് നമുക്ക് ആകെ സംഭവിച്ചത്. ഞാനും നമ്മുടെ കമ്പനിയുടെ ജോലിക്കാരെയും കൊണ്ട് സൈറ്റിൽ പോകുമ്പോൾ ഉണ്ടായ ആക്സിഡന്റ്. വണ്ടി ഇന്നോവ ആയിരുന്നു. ഇന്നോവയിലെ ഒരു ഓടി കാർ കൊണ്ട് ഒരു ആക്സിഡന്റ്. യുഎയില് 2003 ഞാൻ ദുബായിലെത്തി. 2005 ലൈസൻസ് എടുത്തു. 2023 എനിക്കൊരു ആക്സിഡന്റ് പറ്റുന്നത്. ആ ആക്സിഡന്റ് സംഭവിച്ചത് ഈ എറ്റിസലാത്ത് മെട്രോ സ്റ്റേഷന്റെ ഈ സിഗ്നലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ടൊയോട്ട ഇന്നോവ ആയിരുന്നു വണ്ടി. ആ ടൊയോട്ട ഇന്നോവയില് ഞാനും 4 ജോലിക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ സൈറ്റിലോട്ട് പോകുമ്പോൾ എറണാകുളത്തുള്ള കൊച്ചിക്കാരനായ ഒരു ഫാമിലി, ഒരു വൈഫും ഹസ്ബൻഡും കൂടെ വന്നിട്ട്, ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഹസ്ബൻഡ് മദ്യലഹരിയിലായിരുന്നു. സിഗ്നൽ ക്രോസ് ചെയ്ത് കൊണ്ടുവച്ച് നമ്മുടെ ഇന്നോവ ഇടിച്ച് കറങ്ങി 4 വട്ടം കറങ്ങിയിട്ട് അവിടെ നിന്ന്. എന്തായിരുന്നാലും ആർക്കും വലിയ പരിക്കുകളൊന്നും പറ്റിയില്ല. വണ്ടി ക്യാൻസലായി പോയി. ഹസ്ബൻഡും വൈഫും അതിനകത്ത് മദ്യലഹരിയിലായിരുന്നു. അവരൊക്കെ ഇപ്പൊ ഇവിടെ ആണോ എന്തോ. രാവിലെ 5:30 മണി സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അവരെവിടെ പോയി പാർട്ടിയൊക്കെ കൂടി ചുമ്മാ അല്ലെങ്കിൽ മൂടാതല്ലോ സാർ, എവിടെയോ പോയി പാർട്ടിയൊക്കെ കൂടി അടിച്ച് കിണ്ടിയായിട്ടാണ് വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവച്ച് ഇടിച്ചത്.
ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി, പടച്ചവന്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നമുക്കാർക്കും വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. വണ്ടി ക്യാൻസലായി, വണ്ടിയുടെ കോർണറിലാണ് കൊണ്ടുവച്ചിടിച്ചത്. അയാളുടെ വണ്ടി ഓടിയും എന്റെ വണ്ടി ഇന്നോവയായിരുന്നു. ഇന്നോവ ക്യാൻസലായി പോയി. ഫ്രണ്ട് തകർന്നു ഓടിയുടെ. എന്തായിരുന്നാലും അങ്ങനെ ഒരു വലിയ അപകടത്തിൽ നിന്നും വലിയ അനുഗ്രഹത്താൽ നമ്മള് മറ്റ് പ്രശ്നങ്ങളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു വലിയൊരു കഥ. അതുകൊണ്ട് ഈ 2 വർഷം കഴിയുമ്പോഴല്ല ഈ എത്തിസലാത്ത സിഗ്നല് വരുമ്പോൾ പെട്ടെന്ന് മെമ്മറി വരും. അതെ, ആ ഒരു സംഭവം. അതിന് എത്ര വർഷം കഴിഞ്ഞാലും നമ്മള് UAE ഉള്ളിടത്തോളം കാലം ഇവിടുന്ന് പോയിരുന്നാൽ പോലും നമ്മുടെ മനസ്സിൽ ആ ഒരു ഓർമ്മ കാണും. ജീവിതത്തില് അത്രയും വലിയൊരു ആക്സിഡന്റ് നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളുടെ പ്രാർത്ഥന. എല്ലാവരുടെയും നമുക്ക് പണ്ടുണ്ടായിട്ടുണ്ട് നാട്ടിൽ. ഈ നാട്ടിലൊന്നും ഉണ്ടായിട്ടില്ല, ആകെ ഉണ്ടായത് ഇവിടുന്നാണ്. അത് ഞാൻ 2005 ലൈസൻസ് എടുത്തിട്ട് 2023 നമുക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. അതാണ് 2022 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ആക്സിഡന്റ് പറ്റിയത്. അത്രയും കാലം നമ്മള് രക്ഷിച്ചു. ഞങ്ങൾക്ക് 17 വർഷത്തിന് മുമ്പ് ആക്സിഡന്റ്. അതാണ് അൽഹംദുലില്ലാ. എല്ലാവർക്കും പടച്ചോൻ എല്ലാരെയും കാത്തിരക്ഷിക്കട്ടെ. ആർക്കും ഒരു ആപത്തുകളൊന്നും വെക്കാതിരിക്കട്ടെ. ഈ ലോകത്ത് ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യമാണ്. പൈസയും കാട്ടി എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മനുഷ്യന്റെ ആരോഗ്യമാണ്. എല്ലാവരും നമ്മളോട് വരുന്നത് കഷ്ടപ്പെടാനാണ്, സമ്പാദിക്കാനാണ്, പൈസ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം ഇവിടെ ആയാലും നാട്ടിലായാലും എല്ലാവരും വണ്ടി കൊണ്ട് പോകുന്നവരുമുണ്ട്, അല്ലാതെ ജോലിക്ക് പോകുന്നവരുമുണ്ട്. ആർക്കും പടച്ചൊന്നും വെക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ്. ഫസ്റ്റ് ടെസ്റ്റില് UAE ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. എന്റെ കൂടെ അന്ന് ടെസ്റ്റിന് വരുമ്പോഴത്തേക്ക് 20 ടെസ്റ്റ് വരെ ഫെയിലായ ഒരു ഇക്കായൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര വിഷമോ. ചിലർക്ക് എത്രയോ ടെസ്റ്റ് പാസ്സാവണം. അവരൊക്കെ ആണെങ്കിൽ അന്ന് എനിക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ ആ ലൈസൻസ് കിട്ടിയപ്പോഴത്തേക്ക് ആ 20 ടെസ്റ്റ് ഫെയിലായ ഇക്ക എന്നെ കെട്ടിപ്പിടിച്ച് കരയുക ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്തായിരുന്നാലും പഠിക്കുന്ന ആൾക്കാർക്ക്, ലേണേഴ്സിനൊക്കെ പോകുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര ക്ലാസ് കൊടുത്തൊന്നും അവർക്കറിയില്ല, നമ്മൾ എത്ര പഠിച്ചു എന്നും അവർക്കറിയില്ല. നമ്മളുടെ എക്സ്പീരിയൻസിനെയും നമ്മളുടെ അറിവിനെയും അവർ വെറും 5 മിനിറ്റ് കൊണ്ടാണ് അസസ്മെന്റ് ചെയ്യുന്നത്. ആ 5 മിനിറ്റ് നമ്മളുടെ ദുനിയാവിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡ്രൈവിങ്ങിലായിട്ട് തന്നെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ടെസ്റ്റ് ഈസി ആയിട്ട് പാസ്സാവും. അതാണ് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ആൾക്കാരോട് കൊടുക്കാനുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഒരു ഉപദേശം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഉപദേശം കൊടുക്കാൻ നമ്മൾ ആരും ഒന്നുമല്ല, പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് അതാണ്. ചിലർക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. നല്ല ഓട്ടിച്ചാലും ചിലർക്ക് ആ വണ്ടിയിലേ മറ്റേ അവര് ടെസ്റ്റർ കയറി ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ്. നമ്മുടെ ഒരു 5 മിനിറ്റ് ആണ്. നമ്മൾ എത്ര ക്ലാസ് കൊടുത്തു, എത്ര ക്ലാസ് എടുത്തു, എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നൊന്നും അവർക്ക് അതൊന്നും അറിയത്തില്ല. നമ്മുടെ ഒരു പേപ്പർ, ഒരു ഫയല്, ഒരു ബ്ലാങ്ക് പേപ്പറാണ് അവരുടെ മുമ്പിൽ ചെല്ലുന്നത്. നമ്മുടെ പേര് പോലും അതിനകത്തൊരു പക്ഷേ കാണുമെന്ന് അറിയത്തില്ല, ഒരു നമ്പർ മാത്രം അതിനകത്തുള്ളൂ. അപ്പൊ നമ്മൾ എത്ര ക്ലാസ് കൊടുത്തു എന്നുള്ളതൊന്നും അവർക്കറിയില്ല, നമ്മളുടെ ഒരു ഹിസ്റ്ററി അവർക്കറിയില്ല. പക്ഷെ നമ്മൾ എന്ത് പഠിച്ചോ അല്ലെങ്കിൽ നമുക്ക് എന്ത് അറിയാം എന്നുള്ളത് നമ്മളവിടെ പ്രവൃത്തിയിലൂടെയാണ് അവർ നമ്മളെ അസസ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഒരു കാര്യം. ഇപ്പൊ ഏതൊരു ടെസ്റ്റ് ആയിരുന്നാലും, ജീവിതത്തിലെ ഏതൊരു ടെസ്റ്റ് ആയിരുന്നിരുന്നാലും, ടെസ്റ്റുകളിൽ നമ്മൾ ആ ഒരു സമയത്ത് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കുക. അതാണ് ടെസ്റ്റ് പാസ്സാവാനുള്ള ഏറ്റവും നല്ല ഷോർട്ട് കട്ട്. നമ്മൾ നേരത്തെ ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞ എറ്റിസലാത്ത് മെട്രോ സ്റ്റേഷൻ ഇതാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ആ സിഗ്നൽ ഇപ്പോൾ ക്രോസ് ചെയ്തു. നമ്മൾ ഇതിൽ കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും റൈറ്റ് എടുത്ത് തിരിഞ്ഞ് കയറി പോകണം. എറ്റിസലാത്ത് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് നമ്മൾ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ അവിടെയും മദീന മാൾ, നമ്മളുടെ സ്വന്തം മദീന മാളിന്റെ അടുത്തെത്തും. ഇതാണ് എറ്റിസലാത്ത് മെട്രോ സ്റ്റേഷൻ. ആ പോകുന്നതാണ് സിമെന്റ് മിക്സ് ചെയ്ത്, കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ്. നമ്മുടെ നാട്ടിലെ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോഴത്തേക്ക് അവിടെ ഇട്ടല്ല സിമെന്റ് കുഴയ്ക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ട് സിമെന്റ് കുഴച്ച്, സിമെന്റും മെറ്റലും കോൺക്രീറ്റ് കുഴച്ചിട്ടാണ് അവിടെ കൊണ്ടുവന്ന് പമ്പ് ചെയ്ത് പ്രഷർ പമ്പിലാണ് അടിച്ചിട്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ആ രീതിയിലാണ് ആസ്റ്റർ ഹോസ്പിറ്റൽ. ഈ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്നൊരു സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നൽ സ്ട്രേറ്റ് പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മദീന മാൾ. നമ്മുടെ
ഫോട്ടോ ടണലൊക്കെ കടന്നു വരുന്ന ആ ഒരു വഴിയാണിത് കേട്ടോ. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കയറി വരുന്ന റോഡ്. അതെ, ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ 1, 2, 3 സിഗ്നൽ കഴിഞ്ഞാൽ ഷാർജയുടെ ബോർഡർ എത്തുന്നതാണ് അല്ലേ. അപ്പൊ ഈ ഒരു സിഗ്നലിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളുടെ മദീന മാട് കാണപ്പെടുന്നത്. ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു എംറാത്ത് പമ്പും ഉണ്ട്, അപ്പുറത്തായിട്ട് ആസ്റ്റർ ഹോസ്പിറ്റലും ഉണ്ട്. എംറാത്ത് പമ്പിന് നമുക്ക് വണ്ടിയൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. വരുന്ന ഈ സിഗ്നലിലാണ്, ഈ സിഗ്നലിൽ കഴിഞ്ഞിട്ട് വരുന്നതാണ് ജീപ്പ്. ജീപ്പ് ജീപ്പ് ജീപ്പ്. ഈ സിഗ്നല് ക്രോസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ സ്വന്തം മദീന മാൾ. ഹീസിന 4 മദീന മാളാണ് ഇവിടെ. ഇതിലാണ് നമ്മുടെ ഷിജ ഷഫീഖ് ബോട്ടിക് നമ്മുടെ സ്ഥാപനം ഇതിലാണുള്ളത്. ഈ ഒരു മദീന മാളിലാണ് കേവ്സിയും കോളയൊക്കെ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ സ്വന്തം മദീന മാൾ. ഇവിടെ കയറി വന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിജ ഷഫീഖ് ബോട്ടിക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൈ മാറ്റിക്കോട്ടെ, കണ്ടോ മദീന മാൾ. നമ്മളവിടെ നിന്ന് വന്നിട്ട് ഈ സിഗ്നൽ ഈ റൈറ്റ് എടുക്കണം, ഫ്രീ റൈറ്റ്. ആ സിഗ്നൽ ക്രോസ് ചെയ്ത് തന്നിട്ട് ഈ ഫ്രീ റൈറ്റ് എടുത്തിട്ട് കാർ പാർക്കിങ്ങിലോട്ടുള്ള ആക്സസ് കിട്ടും. ഇതാണ് മദീന മാൾ കേട്ടോ. റൈറ്റ് കയറുമ്പോ റൈറ്റ് സൈഡിലോട്ട് തിരിയുന്നതാണ് നമ്മുടെ കാർ പാർക്കിംഗ്. കയറി പോകുന്നുണ്ട് വണ്ടി ടാക്സി ഒക്കെ കയറുന്നുണ്ട്. അങ്ങനെ കാർ പാർക്കിങ്ങിലോട്ട് കയറി പോകണം. നമ്മൾ വീണ്ടും ഈ റൗണ്ട് പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വീട് എത്തും. നമ്മുടെ റൗണ്ട് പോയിട്ട് നമ്മുടെ ബിൽഡിങ്ങിലെത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിന്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഷോപ്പിലോട്ട് പോകും. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ വിശേഷം. ഞങ്ങളുടെ പാർക്കിംഗ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് അല്ല കേട്ടോ, നമ്മൾ ഔട്ട് സൈഡ് പാർക്കിംഗ് ആണ്. അവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളവും പിന്നെ പാർക്ക് ചെയ്തില്ല വണ്ടി. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര താൽക്കാലികമായി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മള് എല്ലാ പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുവന്ന് പാർക്കിങ്ങിൽ വെച്ചു. ഇനി നമ്മൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം. ഇപ്പൊ സമയം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2:37 ഉച്ചക്ക് 2:37 ഉച്ചക്ക് 2:30 അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു 3-3:30 ആകുമ്പോഴത്തേക്ക് ഇൻഷാല്ലാ നമ്മൾ ഷോപ്പിലോട്ട് മദീന മാളിലോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് കാരണം മാക്സിമം എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കുക. നമ്മൾ നല്ലൊരു ഇൻഫർമേഷനാണ് ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ സ്റ്റാർ ഷൈൻ ജ്വല്ലറിയെ കുറിച്ചുള്ളത്. അപ്പം സ്വർണം പോളിഷ് ചെയ്യണമെങ്കിലോ സ്വർണത്തിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിലോ അതുപോലെ ജ്വല്ലറിയുടെ എന്ത് കാര്യങ്ങളും ഇപ്പൊ ഗോൾഡ് ആയിരുന്നാലും ഡയമണ്ട് ആയിരുന്നാലും രുദ്രാക്ഷം ആയിരുന്നാലും അതുപോലെ പേരെഴുതുന്നതായിരുന്നാലും എന്ത് സംഭവങ്ങൾക്കായിരുന്നാലും ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാർ ഷൈൻ ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തരും. നമ്മുടെ പേര് പറഞ്ഞാൽ ചെറിയൊരു ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വർത്തമാനങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഷോപ്പിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾ എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ആക്കി കൊടുക്കുക. അപ്പൊ ഇൻഷാല്ലാ ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Go to home. Where?